അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസും ചുവന്ന കടലയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം കുതിർത്തിട്ട് വെച്ച കടലയാണ്. അത് നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക, പാകത്തിന് ഉപ്പിടുക. അതിന് ശേഷം കുക്കർ മൂടി വെക്കുക കേട്ടോ. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഒരു 5 വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ അത് ഒരു കടലക്കറി ആയതുകൊണ്ട് തന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, ഇറച്ചിയൊന്നുമല്ലല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം മസാല ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ച കടലുണ്ട്, അത് അതിലേക്ക് ഇടുക. ഗ്രീൻ പീസും കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇടുക. ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഗരം മസാലപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അവസാനം നമ്മൾ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ട്, അതൊന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് കൂട്ടി കഴിക്കാൻ നമ്മുടെ സ്വന്തം വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അത് അതിലേക്ക് ഒഴിച്ചത് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചുറ്റി കൊടുത്തിട്ട് നമ്മളത് മൂടി വെക്കുക. 2 സെക്കൻഡൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. ഏകദേശം എടുത്ത് നമ്മുടെ കാസറോളിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ കറിയൊക്കെ പ്ലേറ്റിൽ ഒഴിച്ച് ഇതാ നമ്മുടെ കുട്ടീസ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ വീടിൻ്റെ പിന്നിൽ മയിൽ വന്നിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾ അപ്പുറത്തും നിന്നൊക്കെ കാണാമെന്നല്ലാതെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര അടുത്തുനിന്ന് കിട്ടിയ ത്രില്ലിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ സ്ഥാനം തേടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കിയാണ്, അതിൻ്റെ വഴി തേടുകയാണ്. അങ്ങനെ അത് പോയി, അത് ഉയരത്തേക്ക് പറന്ന് കയറി. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥാനം നോക്കി നടക്കുകയാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ ഏറ്റവും ഉയരത്ത് കയറി പിന്നെ ആരും പിടിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് പൂച്ചകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 പൂച്ചകൾ ആ മയിലിൽ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അതാ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എത്തി മയിൽ. അങ്ങനെ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഗായ്സ്. ഓക്കെ, ബൈ ബൈ.